മമതയെ സ്വന്തം തട്ടകത്തിൽ ചെന്ന് പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവിടെ വന്നു നിന്നിരുന്ന അമിത്ഷാ പറഞ്ഞിരുന്നത്. സുവേന്ദു അത് തന്നെയാണ് ചെയ്തതും. കാരണം ഭവാനിപൂരിൽ ചെന്ന് നിന്ന് മമതയുടെ സ്വന്തം തട്ടകത്തിൽ ചെന്ന് നിന്ന് മത്സരിച്ച് പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ മമതാ ബാനർജിയുടെ സ്ഥാനഭ്രഷ്ടാക്കുക എന്നുള്ളത് മാത്രമാണോ അവിടെ നടന്നത്? മമതാ ബാനർജി ചിത്രത്തിലേ ഇല്ലാത്ത രീതിയിൽ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പല സുപ്രധാന പ്രഖ്യാപനങ്ങളും വാർത്തകളും ഒക്കെ ബംഗാളിൽ നിന്നും വരുന്നുണ്ട്. മമതയുടെ സ്ഥാനഭ്രഷ്ടാക്കപ്പെട്ടതിന് എന്താണ് ഇത്രയധികം ഒരു വാർത്താ പ്രാധാന്യം എന്നുള്ളത് നോക്കുമ്പോഴാണ് മമതയുടെ പരാജയം എത്രത്തോളം കനത്തതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബൂത്ത് തിരിച്ചിട്ടുള്ള ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഭവാനിപൂരിൽ സുവേന്ദു അധികാരിയുടെ വിജയത്തിന്റെ തോത് അത്രയ്ക്കും മേലെയാണ് എന്നുള്ളതാണ്. മണ്ഡലത്തിലെ 267 ബൂത്തുകളിൽ 207 എണ്ണത്തിലും മുന്നിൽ നിന്നിരുന്നത് സുവേന്ദു ആയിരുന്നു. കാളിഘട്ടിലെ അവരുടെ വസതി സ്ഥിതി ചെയ്യുന്ന വാർഡ് നമ്പർ 73 പോലും മമതയ്ക്ക് പരാജയമുണ്ടായി. സ്വന്തം വാർഡാണ്. ഈ വാർഡിലാണ്, ഈ വീടിരിക്കുന്ന ഭാഗത്തു കൂടിയാണ് മമത ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ മമതയ്ക്ക് ശേഷം വേറെ ആരും അങ്ങോട്ട് പോകാനും പാടില്ല, വരാനും പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഒരു വിഭാഗം പറയും മമതയ്ക്ക് ആ വഴിയിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു, രാത്രിയിലാണ് പോകുന്നത്. അതേ, രാത്രിയിലാണ് പോകുന്നത്. കനത്ത ബന്ദോബസ്ത് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സുഖമായിട്ട് രാത്രിയിൽ ഇറങ്ങി പോകാം, നടക്കാം, തിരിച്ചു വരാം. ഇതെല്ലാം സംഭവിക്കും. മമതയുടെ ബൂത്തിൽ അല്ലെങ്കിൽ മമതയുടെ വാർഡിൽ അല്ലെങ്കിൽ മമതയുടെ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, സ്വന്തമായി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിരിക്കുന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മമതയുടെ TMC ഗുണ്ടയുടെ ഭീഷണി ഉണ്ടാകാതിരുന്നിട്ടുണ്ടോ? അപ്പൊ ആ ഭീഷണിയെല്ലാം ഇത്രയും നാൾ അവിടുത്തെ ജനജീവിതത്തെ ബാധിച്ചിരുന്നു എന്നുള്ളത് കൂടിയല്ലേ മനസ്സിലാക്കുന്നത് ഈ പരാജയത്തിലൂടെ?